ഹലോ. സാമ്പത്തിക സുരക്ഷിതത്വം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാമ്പത്തിക സുരക്ഷിതത്വത്തിനുള്ള ഒരു 5 ടിപ്സാണ്. ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു 30% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാവണം എന്നുള്ളതാണ്. മിക്കവാറും ആളുകൾ മാസശമ്പളം വാങ്ങുന്ന ആളുകളായിരിക്കും. ഇനി മാസശമ്പളം വാങ്ങുന്ന ആളുകൾ അല്ലെങ്കിലും ദിവസം വരുമാനം വാങ്ങുന്ന ആളുകളാണെങ്കിലും മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾ നമുക്ക് ധാരാളം ലഭ്യമാണ്. പോസ്റ്റ് ഓഫീസുകളിൽ റിക്കറന്റ് ഡെപ്പോസിറ്റ് ഉണ്ടാവും. റിക്കറന്റ് ഡെപ്പോസിറ്റ് ബാങ്ക്സിൽ ലഭ്യമാണ്. ചില സഹകരണ സ്ഥാപനങ്ങളിൽ റിക്കറന്റ് ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ ഈ റിക്കറന്റ് ഡെപ്പോസിറ്റുകളെല്ലാം നമുക്ക് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്കീമുകളാണ്. 5 വർഷത്തേക്ക് വരെ, 3 വർഷം മുതൽ 5 വർഷത്തേക്ക് വരെ നമുക്ക് അതിൽ പ്ലാനുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇത് എല്ലാ മാസവും കൃത്യമായി ഒരു നിശ്ചിത സംഖ്യ നമുക്ക് അതിലേക്ക് അടച്ച് ചേരാവുന്നതാണ്. 1000 രൂപ മുതൽ നമുക്ക് ആരംഭിക്കാം. 5 വർഷമാകുമ്പോഴേക്കും ഈ എമൗണ്ട് പലിശ അടക്കം കോമ്പൗണ്ട് ചെയ്ത് നല്ലൊരു സമ്പാദ്യമായി മാറും. ഈ സമ്പാദ്യം 5 വർഷം കഴിഞ്ഞ് നമുക്ക് മെച്യൂരിറ്റിയായി കിട്ടുന്ന സമയത്ത് അത് വേറെ ലോങ് ടേം ആയിട്ടുള്ള ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളിൽ നിക്ഷേപിച്ചാൽ അത് പിന്നെയും അവിടുന്ന് വളരുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് മന്ത്ലി ഒരു ചെറിയ എമൗണ്ട് 1000 രൂപ മുതൽ നമുക്ക് ആരംഭിക്കാവുന്നതാണ്. അതും ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ കണ്ടേ മതിയാവുള്ളൂ. ഒരു 3 വർഷം മുതൽ 5 വർഷം വരെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏവറേജ് റിട്ടേൺ 20% വരെ കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. 15 to 25% പല സ്കീമുകളുണ്ട്. ഓരോ ഫണ്ടുകൾക്കും പല പല റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാവും, അവരുടെ ഹിസ്റ്ററി ഉണ്ടാവും. അത് നോക്കിയതിന് ശേഷം മാത്രം സെലക്ട് ചെയ്യുക. മ്യൂച്വൽ ഫണ്ട് എന്ന് കേൾക്കുമ്പോൾ പലർക്കും പേടി ഉണ്ടാകും, കാരണം എൻ്റെ പൈസ നഷ്ടപ്പെടുമോ എന്നുള്ളത്. നമ്മൾ ലംസമായി ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു പേടി വരേണ്ടത്. പക്ഷേ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു പ്ലാനാണ്. കാരണം എല്ലാ മാസവുമാണ് നമ്മൾ ഈ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏവറേജിങ് നടക്കുന്നു. നമുക്ക് വിപണി താഴെ ആയിരിക്കുന്ന സമയത്തും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, മുകളിലായിരിക്കുന്ന സമയത്തും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 രീതിയിലാണെങ്കിലും നമ്മൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ മാസവും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. ലോങ് ടേം ആയിട്ട് എടുക്കണമെന്ന് മാത്രം. 3 വർഷം മുതൽ 5 വർഷം വരെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യണം. പിന്നെ നമുക്ക് ചിട്ടിയിൽ ചേരാവുന്നതാണ്. ചിട്ടിയിൽ ചേരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ചിട്ടി സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത വളരെ പ്രധാനമാണ്. ചിട്ടി കമ്പനികൾ പലതും നമുക്കറിയാം. പല ചിട്ടി കമ്പനികളും വളരെ നല്ല രീതിയിലല്ലാത്ത ചിട്ടി കമ്പനികൾ പലതും അടച്ചുപൂട്ടി പോകുന്ന കുറച്ച് സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പം ചിട്ടി കമ്പനികൾ നിങ്ങൾ വളരെ വിശ്വസ്തമായ ചിട്ടി കമ്പനികളിൽ നിക്ഷേപിക്കുക. ഈ നിക്ഷേപങ്ങൾ 4-5 വർഷം കഴിയുമ്പോൾ ഒരു മെച്യൂരിറ്റി എമൗണ്ട് നമുക്ക് കിട്ടുന്നതാണ്. ഈ മെച്യൂരിറ്റി എമൗണ്ട് നിങ്ങൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക, അത് റീഇൻവെസ്റ്റ് ചെയ്യുക. അത് 5 വർഷം 6 വർഷം കൂടുമ്പോൾ നമുക്ക് ഡബിൾ ആവുന്ന കുറേ സ്കീമുകൾ കുറേ സ്ഥലങ്ങളിൽ കിട്ടാൻ സാധിക്കും. കുറേ ബാങ്കുകളൊക്കെ അങ്ങനത്തെ സ്കീംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 6-7 വർഷം ആകുന്ന സമയത്ത് ഡബിൾ ആകുന്ന സ്കീമുകൾ. അല്ലെങ്കിൽ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഗോൾഡ് വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഗോൾഡിൽ ഓരോ വർഷവും നമുക്ക് കാണാവുന്നതാണ്, നല്ല രീതിയിൽ പ്രൈസ് ഹൈക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമതായി നമ്മൾ അനാവശ്യമായിട്ടുള്ള പർച്ചേസുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പം ഓൺലൈൻ സൈറ്റുകളിലും ഷോപ്പിംഗ് മാളുകളിലും ധാരാളം ഓഫറുകൾ നമുക്ക് പേപ്പറിൽ പരസ്യമായിട്ടും TV-യിൽ പരസ്യമായിട്ടും ഒക്കെ വരും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ വാങ്ങുന്നതെന്ന് ഉറപ്പുവരുത്തുക. മിക്കവാറും ആളുകൾ ചെറിയ ഒരു ഡിസ്കൗണ്ടുകൾ കേട്ടുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളതും അനാവശ്യമായിട്ടും ഉള്ളതായുള്ള ധാരാളം സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഒരു പ്രവണത കാണാറുണ്ട്. ഈ ഒരു പ്രവണത നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ കുറേ പൈസ നമുക്ക് അതിലൂടെ സേവ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ആവശ്യമുള്ള സാധനമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഡിസ്കൗണ്ടുകൾ പ്രയോജനപ്പെടുത്തുക. അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സാധനമാണെങ്കിൽ ആ ഓഫർ ഉപയോഗിക്കാതിരിക്കുക, നിങ്ങളത് വാങ്ങാതിരിക്കുക. ആ പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് വ്യക്തിഗതമായിട്ട് നമ്മൾ കൊടുക്കുന്ന വായ്പകൾ, അതായത് കടം കൊടുക്കൽ ശ്രദ്ധിച്ചു മാത്രം ചെയ്യുക. കാരണം ഈ നമ്മൾ സഹായിച്ച ആൾ ചിലപ്പോൾ പണം തന്നില്ലെന്ന് വരാമെന്ന് മാത്രമല്ല, ആ ആൾ ചിലപ്പോൾ നമ്മുടെ ആജീവനാന്ത ശത്രുവുമായി മാറാം. അപ്പം അത്
സഹായിക്കാൻ പറ്റുന്ന ആളുകളെ സഹായിക്കുക, പക്ഷേ അത് നമുക്ക് ഒരു ബാധ്യതയായി മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. വരുമാന സ്രോതസ്സുകൾ കൂട്ടാൻ സാധിച്ചാൽ വളരെ നല്ലതാണ്. ഇപ്പോൾ ഓൾറെഡി ഒരു ജോലി എടുക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് ആരംഭിക്കാൻ സാധിച്ചാൽ അതിലൂടെ ഒരു വരുമാനം ലഭിക്കും. അതല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു വർക്ക് കൂടി ചെയ്യാൻ സാധിച്ചാൽ അതിന് വരുമാനം വരാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മന്ത്ലി വരുമാനം വർദ്ധിപ്പിക്കുക. അതിന് നമ്മൾ നമ്മളുടെ കഴിവുകൾ വികസിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ കഴിവുകൾ നല്ല രീതിയിൽ വികസിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പല സാധ്യതകളും തുറന്നു കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കുക എന്നുള്ളത്. പല ആളുകളും വളരെ കാലം നീട്ടിവെക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത്. ഹെൽത്ത് ഇൻഷുറൻസ് എന്നത് നമ്മളെ സമ്പത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഹെൽത്ത് ഇൻഷുറൻസ്. കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് ചികിത്സാ ചെലവുകൾ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ്. നമ്മൾ 5-10 വർഷം കൊണ്ട് സേവ് ചെയ്ത സമ്പാദ്യം മുഴുവൻ ഒഴിവായി പോകണമെങ്കിൽ, അതായത് അത് ഊറ്റിയെടുക്കണമെങ്കിൽ ഒരു 5-6 ദിവസത്തെ ആശുപത്രി വാസം മതിയാവും. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിട്ടോ എന്ത് വന്നാലും നമുക്ക് വളരെ അധികം ചെലവുകൾ വരുന്നതാണ് ഹോസ്പിറ്റലുകളിൽ. അപ്പോൾ ഈ ഹോസ്പിറ്റലുകളിൽ ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ചികിത്സ ലഭ്യമാകുന്നതോടൊപ്പം നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് കിട്ടുന്ന പലതരം ഇൻഷുറൻസ് പോളിസികൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. കുറഞ്ഞ പ്രീമിയത്തിൽ ഫാമിലി ഇൻഷുറൻസ് തന്നെ എടുക്കുക. കാരണം ഒരാൾക്ക് മാത്രം എടുത്തതുകൊണ്ട് കാര്യമില്ല. നമ്മളെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ഒരു ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമായിട്ടും എല്ലാവരും എടുത്തിരിക്കുക. കൂടാതെ ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കൂടെ തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഹോസ്പിറ്റൽ അഡീഷണൽ ചെലവുകൾ കവർ ചെയ്യാനുള്ള പോളിസിയും കൂടി ലഭ്യമാണ് വളരെ ചുരുങ്ങിയ പ്രീമിയത്തിൽ. നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഒരാൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ എന്തായാലും ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ അത്രയും ദിവസം ആൾക്ക് ജോലിക്ക് പോകാൻ സാധിക്കില്ല. അത്രയും ദിവസം ശമ്പളം അല്ലെങ്കിൽ വരുമാനം നഷ്ടമായിരിക്കും. ഈ വരുമാന നഷ്ടം കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുന്ന പോളിസികളാണ് ഞാൻ ഈ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കൂടെ എടുക്കാൻ പറ്റിയ പോളിസികൾ എന്ന് പറയുന്നത്. വളരെ ചുരുങ്ങിയ പ്രീമിയേ അതിന് വരുള്ളൂ. അപ്പം ഇത്തരം ഈ 4-5 പോയിന്റുകൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ സാമ്പത്തിക സ്ഥിതി, സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിക്കും എന്ന് തീർച്ചയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സാമ്പത്തിക സുരക്ഷിതത്വം ആഗ്രഹിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ.